നന്നാല് ചേവകരുള്ള 4 കൂട്ടത്തിന് നടുവിൽ 2 കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി 3 ഇരുമ്പ് വാതിലുകളുള്ള കാരാഗ്രഹത്തിനകത്ത് മരണത്തിന് വിധിക്കപ്പെട്ടവനായി കിടക്കുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഭക്തനെ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് നീക്കുപോക്ക് കൊടുത്ത് പുറത്തു കൊണ്ടുവന്നൊരു ദൈവത്തെ നമുക്കറിയാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു മനുഷ്യർക്കോ ബന്ധുമിത്രാദികൾക്കോ സഹോദരങ്ങൾക്കോ ചാർച്ചക്കാർക്കോ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത ഇടങ്ങളിൽ, ആർക്കും ചെന്നെത്തുവാൻ കഴിയാത്ത മേഖലയിൽ, ഒരു നിയമത്തിന്റെ പഴുതുകൾക്കോ ഈ ലോകത്തിന്റെ ഒരു പണത്തിന്റെ സ്വാധീനത്തിനോ ഒന്നിനും ചെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചെന്നെത്തി എന്റെയും നിങ്ങളുടെയും കുരുക്കുകളിൽ നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തോട് ദൈവാത്മ വിളിച്ചു പറയുകയാണ്. ഇനിയൊരു മാറ്റം ഈ ദേശത്ത് വരണമെന്നുണ്ടെങ്കിൽ, ഇനിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ, ഇനിയൊരു മാറ്റം സഭയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ സഭ വീണ്ടും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. ജനമിനി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. ഇന്ന് കുരുങ്ങിക്കിടക്കുന്ന സഭ, ഇന്ന് കുരുങ്ങിക്കിടക്കുന്ന ജനം, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവർ, അവരെല്ലാം രക്ഷിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് പുറത്തു വരണമെങ്കിൽ സഭ വീണ്ടും ശ്രദ്ധയോട് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ നമ്മൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല. കാരണം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിഷയങ്ങൾ ഇട്ടുകൊടുത്താൽ മതി പ്രാർത്ഥിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുകയാണ്, ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മോശ ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ജാതികളുടെ മുമ്പിൽ ഏറ്റവും വിശേഷത ഉള്ളവരെന്ന് എണ്ണപ്പെടും. നാം ഈ സമൂഹത്തിൽ വിശേഷത ഉള്ളവരെ മാറണമെങ്കിൽ, നാം ഈ സമൂഹത്തിൽ വ്യത്യസ്തരായി മാറണമെങ്കിൽ, ഒരു സാക്ഷിയായി മാറണമെങ്കിൽ, ഒരു വെളിച്ചമായി മാറണമെങ്കിൽ, ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ നമുക്ക് വേണ്ട ദൈവിക സാന്നിധ്യമാണ്. ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്നത് പ്രാർത്ഥനയിൽ മാത്രമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുമാറാകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും വന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന ധാരണയിലാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ പരിശുദ്ധ വിളിച്ചു വരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറുവീൻ. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്തവരായിരിപ്പീൻ. ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു തലമുറയെ വീണ്ടും എഴുന്നേൽപ്പിക്കട്ടെ.